ഈ 4 BHK വില്ലാസിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള 2-3 റൂംസ് ഉണ്ട്. ഒന്നാമത്തേക്ക് ഒന്ന് സെർവൻ റൂംസ് കൊടുക്കുന്നുണ്ട്, 4 ബെഡ്റൂം കൂടാതെ. 5 ബെഡ്റൂം ആണെങ്കിൽ 5 ബെഡ്റൂം കൂടാതെ സെർവൻ റൂംസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കിഡ്സിൻ്റെ റൂംസ് കൊടുക്കുന്നുണ്ട്, ഓഫീസ് റൂംസ് ഉണ്ട്. അപ്പം പുറത്തേക്ക് വരുമ്പോൾ കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ കോർട്ട്, മൾട്ടിപർപ്പസ് കോർട്ടാണ്. ഫുട്ബോളിനോ ക്രിക്കറ്റിനോ പറ്റുന്ന ഒരു മിനി ടർഫാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. വലിയ ടർഫല്ല, മിനി ടർഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കിഡ്സ് പ്ലേ ഏരിയ, കോമൺ ആയിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇച്ചിരി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബില്ലിയാർഡ്സ് പോലത്തുള്ള ഗെയിംസുകൾ, സ്നൂക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. കിഡ്സിന് എപ്പോഴും ഗേറ്റ് കമ്മ്യൂണിറ്റി അതുപോലെ വില്ല പ്രോജക്ട്സ് ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കൊളാബ് ചെയ്യാൻ ഏറ്റവും നല്ലത്. മനസ്സിലായി. ഇപ്പം നമ്മുടെ വില്ല ബുക്ക് ചെയ്ത ഒരു പേരൻസ് അവരിത് ബുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടി നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അവന് 5-6 കണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവർ ആ ഒരു ഫുട്ബോൾ ടർഫുള്ളിടത്ത് തന്നെ നോക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അതാണ് അവരെ ഇമ്പ്രസ് ചെയ്തത് തന്നെ. മനസ്സിലായില്ലേ. അവർക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു കോച്ചിനെ ഇട്ട് കഴിഞ്ഞാൽ അവൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഡേ ടു ഡേ. അപ്പം അവൻ ആ പ്രാക്ടീസ് മൊത്തം മിസ്സായിക്കൊണ്ടിരിക്കും. ഫ്ലാറ്റ് ലൈഫിൽ അതെല്ലാം മിസ്സാവുകയാണ്. മനസ്സിലായില്ലേ. ഇപ്പം അവനാകെ കിട്ടുന്നത് വീക്കിലി ഒരു ദിവസം അങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേരൻസിനെ എല്ലാ ആളുകളെയും നമ്മൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. പക്ഷേ ഇത് ഫ്യൂച്ചർ റിയൽ എസ്റ്റേറ്റ് ആണ്, വെൽനസ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്.